الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ഏറെ ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളിഡാരിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഹിൻ CS-ന്റെ ഉമ്മ അവരെ കുറച്ചധികം സീരിയസ് ആയ ഒരവസ്ഥയിലാണുള്ളത്. അവരാണെന്ന് നമുക്ക് ഷാഹിനായിരുന്നു ഇവിടെ വരേണ്ടിയത്. ICUവിലാണ്, കുറച്ച് കോംപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഡയാലിസിസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചധികം ക്രിട്ടിക്കലാണ്, പ്രയാസകരമാണ് എന്നും ഡോക്ടേഴ്സ് അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരോടും ആ കുടുംബത്തോടും അള്ളാഹു കാരുണ്യം കാണിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ രോഗിയാകുമ്പോൾ, ഒരു മനുഷ്യന്റെ മരണത്തോളം എത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാവാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കൊരു ഉള്ളിലൊരു വിഷമം തോന്നും, ഒരു സങ്കടം തോന്നും. അത് മനുഷ്യ സഹജമാണ്, എല്ലാ മനുഷ്യർക്കും അതുണ്ടാകും. കാരണം മനുഷ്യൻ എന്തൊക്കെ കളിച്ചാലും എങ്ങനെയൊക്കെ നടന്നാലും അവൻ എന്തിനൊക്കെ വേണ്ടി സമയം ചെലവഴിച്ചാലും അവൻ യഥാർത്ഥത്തിൽ ഒരു സ്ട്രൈറ്റ് വേയിൽ നടന്നുകൊണ്ടിരിക്കുക, വളരെ കൃത്യമായ ഒരു ദിശയിലേക്ക് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ റബ്ബിലേക്കാണ് നീ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അതിനെക്കുറിച്ചാണ്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളതെങ്കിലും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഒരു ദിവസം കൂടി അടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് ഈ രാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയുടെ ഭാഗമാണ് നമ്മൾ. ആ യാത്രയിൽ നമ്മൾ അവഗണിച്ചാലും നമ്മൾ പരിഗണിച്ചാലും മരണം നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മനുഷ്യൻ പലപ്പോഴും അതിനെ നിസ്സാരവൽക്കരിച്ച് അതിനോട് പുറംതിരിഞ്ഞ് അതിന് പരിഗണന കൊടുക്കാതെ ജീവിച്ചു. പക്ഷെ അതുകൊണ്ട് മരണം കണ്ടുമുട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കുല്ലു നഫ്സിൻ ജാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരത്രയും, നമ്മുടെ ചുറ്റുമുള്ള സമ്പന്നരായ ആളുകൾ, അധികാരമുള്ള മനുഷ്യർ, ലോകത്തിൻ്റെ തന്നെ വലിയ വലിയ ആളുകളെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യനും ജാഇഖത്തുൽ മൗത്ത്, മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് ഖുർആൻ ഒരു ജീവിത വഴി, മാർഗം, നിലപാട് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മരണത്തിന് ശേഷം ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിൻ്റെ ഒക്കെ പ്രതിഫലം, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതല്ല നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കും, അതിന്റെ പ്രതിഫലം തന്നിരിക്കും അല്ലാഹു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്,
ഏതെങ്കിലും മനുഷ്യൻ നരകത്തിൽ നിന്ന് മോചനം നേടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കൂട്ടരെ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു ചതിച്ചരക്കാണ്, നമ്മളെ കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്നുകൂടി ജീവിതത്തെക്കുറിച്ചുള്ള നിലപാട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ജീവിതത്തിന്റെ പകിട്ടും സൗന്ദര്യവും ഇതിൽ നമുക്ക് ലഭിക്കാവുന്ന സുഖങ്ങളും ആസ്വാദനങ്ങളും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കത് രസമുള്ളതും ഹരമുള്ളതുമായിരിക്കെ തന്നെ അത് നിങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. കാരണം അത് നരകത്തിൽ നിന്നുള്ള മോചനത്തെ അതിനു മുന്നിൽ തടസ്സമാകുന്നു പലതും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തടസ്സമാകുന്നു പലതും. ദുനിയാവിലെ പലതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മതാഉൽ ഗുറൂർ, അത് ചതിക്കുട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നത്. അപ്പൊ ദുനിയാവിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിനിടയിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ആലോചന ഓരോ മനുഷ്യനുണ്ടാവുമല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിലേക്കാണ് ഞാൻ നടക്കുന്നതെങ്കിൽ, അള്ളാഹുവിലേക്കാണ് എൻ്റെ സഞ്ചാരമെങ്കിൽ, എല്ലാ മനുഷ്യനും മരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ എന്നെ നിർണയിച്ച റബ്ബ്, എന്നെ സൃഷ്ടിച്ച റബ്ബ്, എൻ്റെ സമയം നിർണയിച്ച റബ്ബ് എനിക്കും ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ ഒന്ന് ഏതോ ഒരു നിമിഷത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഇവിടത്തുകാരനായി വിചാരിച്ച് ജീവിക്കല്ലേ. ഈ ദുനിയാവിൻ്റെ വല്ലാത്തൊരാളാണ് ഞാൻ, ഇവിടെയാണ് എൻ്റെ ഇടം എന്ന് നീ ചിന്തിക്കല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. നീ ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നീ എവിടുന്നോ വന്നൊരാളാണ്, എന്നിട്ട് എല്ലാവരെയും നിനക്ക് പരിചയമല്ല, എല്ലാറ്റിലും ഇടപഴകാൻ നീ തീരുമാനിച്ചിട്ടില്ല, നിനക്കൊരു ലക്ഷ്യമുണ്ട്, നീ അത് നിർവഹിച്ചിട്ടാണ് പോവുക. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്ന ആളുകളാണ്. അല്ലെ, നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട്, ജോലി ലക്ഷ്യമായവരുണ്ട്, പഠനം ലക്ഷ്യമായവരുണ്ട്. നിങ്ങൾ ഈ കോഴിക്കോട്ടങ്ങാടിയിലെ മുഴുവൻ വിഷയങ്ങൾ ഇടപെടാൻ പോകുന്നില്ല. നിങ്ങൾ ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും എങ്ങനെ നടക്കുന്നു, അതിൻ്റെ മുതലാളിക്ക് നഷ്ടാണോ ലാഭാണോ എന്നൊക്കെ പിന്നാലെ കൂടിയിട്ട് പോകുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിർണിതമായൊരു ലക്ഷ്യം വെച്ചു. നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഹോസ്റ്റൽ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കാൻ ഒരു ഇടം തിരഞ്ഞെടുത്തു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കി. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു ഡിഗ്രി വേണം, തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്കില്ല് വേണം, തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പണം വേണം. അവിടെ എത്തിയിട്ടാണ് എനിക്ക് ജീവിക്കാനുള്ളത്, അവിടെയാണ് എൻ്റെ കുടുംബമുള്ളത്, അവിടെയാണ് എൻ്റെ ജീവിതമുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ മനുഷ്യനും ജീവിക്കുന്നതെങ്കിൽ, ഈ എണ്ണാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നീ അതുപോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ട്, ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് നിനക്ക് തോന്നുകയാണ് ഇതാണ് ജീവിതം, അടിസ്ഥാനപരമായ ജീവിതം ഇതാണ് എന്ന് നിനക്ക് തോന്നിപ്പോവാണ്. നീ നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, നിന്റെ യഥാർത്ഥ ദാറിലേക്ക് നീ തിരിച്ചു ചെല്ലുമ്പോൾ, നിനക്കാവശ്യമുള്ള പണമില്ലേ, നിനക്കാവശ്യമുള്ള സ്കില്ലില്ലേ, നിനക്കാവശ്യമുള്ള നേട്ടങ്ങളില്ലേ, ആ പരലോകത്തേക്ക് ആവശ്യമായതൊക്കെയും നേടിയെടുക്കാൻ വേണ്ടി മാത്രം അള്ളാഹ് നിന്നെ പറഞ്ഞയച്ച ഇടമാണിതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ടാണ് ഒരു യാത്രക്കാരനാണ് നീ എന്ന് മറക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല. ഈ യാത്രക്കൊരു സവിശേഷത കൂടിയുണ്ട്.
ആ യാത്രയുടെ സവിശേഷത എന്ന് പറയുന്നത് ഒരു അനിശ്ചിതത്വമുള്ള യാത്രയാണ്. എപ്പോഴാണ് ഈ യാത്ര അവസാനിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. ഒരു പരീക്ഷാ ഹാളിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ ആണത്. ആ പരീക്ഷാ ഹാള് നല്ല നല്ല കമ്പ്യൂട്ടറുകളുള്ള, നല്ല നല്ല ഫർണിച്ചറുകളുള്ള, ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു പരീക്ഷാ ഹാളാണ്. ആ പരീക്ഷാ ഹാളിന്റെ മുമ്പിൽ നിങ്ങളുടെ മോണിറ്ററിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഓരോ സന്ദർഭത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ഇന്ന് രാത്രിയും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അള്ളാഹു നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇട്ടു തരും. അതിന്റെ ആൻസർ കീ ആണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നിനക്ക് വേണമെങ്കിൽ ആൻസർ കീ പരിശോധിച്ച് നിനക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ തെറ്റായ ഉത്തരവും കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, അടുത്ത ചോദ്യം എനിക്കുണ്ടോ എന്ന് ഒരാൾക്കും അറിയില്ല. അടുത്ത നിമിഷം നീ നിന്റെ ചോദ്യത്തിന് വേണ്ടി, ഒരു സന്ദർഭത്തിന് വേണ്ടി നീ ആ മോണിറ്ററിലേക്ക് നോക്കുമ്പോൾ അത് ബ്ലാങ്കാ, ഒരു ചോദ്യവുമില്ല. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. ഈ പരീക്ഷകൾ അത്രയും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പരീക്ഷകൾ. പല പരീക്ഷകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് തെറ്റുവരുത്തിയാൽ തിരുത്താൻ അവസരമുണ്ട് എന്നതാണ്. ഓക്കെ, അടുത്ത പരീക്ഷയിൽ നമുക്കത് മറികടക്കാം, അടുത്ത ടൈമുണ്ടല്ലോ അതിൽ മറികടക്കാം എന്ന് മനുഷ്യന് പറയാമെങ്കിൽ, ഇന്ന് നിനക്ക് കിട്ടിയിട്ടുള്ള ചോദ്യമില്ലേ, ആ ചോദ്യത്തിന് രണ്ടാമത് അവസരമില്ല. ജീവിതം അവസാനിക്കുന്നതോടുകൂടി മനുഷ്യന് ആ അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ ഉത്തരങ്ങൾ എഴുതപ്പെട്ട മനുഷ്യന്റെ ഹിസാബിന്റെ വേള മാത്രമാണ്. അതുകൊണ്ടാണ് മരണത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ ആലോചന നിനക്കുണ്ടാകണം. വൈകുന്നേരമായാൽ നീ രാവിലെയോ ആകുമെന്ന് പ്രതീക്ഷിക്കരുത്, രാവിലെ ആയിക്കഴിഞ്ഞാൽ നീ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞ് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നതാണ്, നിനക്കിപ്പോ രാത്രിയായി, നാളെ നേരം വെളുക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. കാരണം നിന്റെ കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചത് എവിടെയാണെന്ന് നിനക്ക് കാണാൻ പറ്റില്ല. ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കടലിന് നടുവിൽ വെച്ച് കപ്പല് പൊളിഞ്ഞ് ആ കപ്പലിന്റെ ഒരു ഭാഗം മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീ അതിൽ ജീവിക്കുന്ന അവസ്ഥയിലാണുള്ളത്. നീ ശരിക്ക് തെരഞ്ഞു നോക്കേണ്ടത് എവിടെയാണ് എൻ്റെ ലൈഫ് ബോട്ട് എന്നാണ്. എനിക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ട് എവിടെയാണ് എന്ന് നീ ആലോചിക്കുന്നതിന് പകരം അതിനകത്തുള്ള ഒരു സുന്ദരമായ ഒരു മുറിക്കകത്ത് വല്ലാത്ത സൗന്ദര്യം കണ്ട് അതിൽ ഭ്രമിച്ച് അതിന്റെ മണവും സുഗന്ധവും ആസ്വദിച്ച് നിൽക്കുകയാണ്. നിന്റെ കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുക. അടുത്ത ഒരു പലക കൂടി അടർന്നു വീഴുന്നതോടുകൂടി മരിച്ചു തീരാൻ പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ് എല്ലാ മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് എൻ്റെ കപ്പല് മുങ്ങുക എന്നറിയില്ല. പക്ഷേ മനുഷ്യരിൽ പലരും ആ കപ്പലിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന്റെ ലൈഫ് ബോട്ടിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. എങ്ങനെയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നൊരു മനുഷ്യനും ആലോചിക്കുന്നില്ലെങ്കിൽ, മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും സഹാബിവര്യന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ, നിങ്ങൾ ഉറക്കത്തിലാണ്. മരണത്തിന്റെ മാലാക വന്ന് നിങ്ങളെ തൊടൂലെ, മരണത്തിന്റെ മാലാക വന്ന് നിങ്ങളുടെ തലക്ക് മുകളിൽ നിൽക്കുന്ന സമയത്തിലാണ് നിങ്ങൾ ഉണരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച്, ആ സന്ദർഭത്തെക്കുറിച്ച്, മരണത്തിന് ശേഷം നിനക്ക് വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നു എന്നതാണ്. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഖൈർ എന്ന് പറയുന്നത്. ഈ യാത്രയിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഹജ്ജിന് യാത്ര ചെയ്യാണ് ഒരു കൂട്ടം. ഹജ്ജിന് യാത്ര ആകുമ്പോൾ നമ്മൾ ഹജ്ജിന്റെ ആൾക്കാർക്ക് തിരിച്ചു വരൽ തുടങ്ങി. ഹജ്ജിന് യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് അവര് എന്തൊക്കെ ചെയ്തിരുന്നത് നമുക്കറിയാം. അവരുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ നിറയെ അവര് ചെറിയ ചെറിയ നമ്മുടെ നാട്ടുകാർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു. ചെറുപയറും പരിപ്പും അടക്കള, നിങ്ങൾ ഉമ്മമാരൊക്കെ പോയ
ബാഗ് പരിശോധിച്ചു നോക്കിയാൽ മതി, നാട്ടിൽ നിന്ന് അവർ പലതും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഗുളിക ആവശ്യമുണ്ടായിരുന്നു, ചില ആളുകൾക്ക് ചില പ്രത്യേകമായ പൊടികൾ ആവശ്യമുണ്ടായിരുന്നു, ചില ആളുകൾക്ക് അങ്ങനെ ആവശ്യമുള്ള അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ അവർ കരുതും. അതിനാണ് പാതേയം എന്ന് പറയും, യാത്രയുടെ പാതേയം. ഹജ്ജിന്റെ യാത്ര പോലെയാണ് ജീവിതത്തിന്റെ യാത്ര. ഹജ്ജിന്റെ ഒരു സന്ദർഭത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ യമനിൽ നിന്ന് വന്നു. അവർ ഹജ്ജിന് വന്നപ്പോൾ അവർ കയ്യിൽ ഒരു സാധനവും കരുതിയില്ല. ഇന്ന് ചിലപ്പോ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ബാഗിൽ എടുത്തു വെക്കേണ്ടി വരില്ല. പക്ഷെ അന്ന് സാധനങ്ങളുമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. യമനിലെ ആളുകൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ കുറെ കഷ്ടപ്പെടലാണ് ഹജ്ജ്, പട്ടിണി കിടക്കലാണ് ഹജ്ജ്, അങ്ങനെ എടങ്ങേറായിട്ട് ജീവിക്കലാണ് ഹജ്ജ് എന്ന് വിചാരിച്ചിട്ടാണ് യമനികൾ വന്നത്. ആ നാട്ടിലെ യമനിൽ നിന്നൊരു കൂട്ടം ആളുകൾ വന്നു. അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, തസവ്വദു, നിങ്ങൾ പാതേയം ഒരുക്കണം. ഹജ്ജിന് വരുമ്പോൾ നിങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത്. ഹജ്ജിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഒരു പാതേയം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ പാതേയങ്ങളിൽ ഏറ്റവും കാര്യപ്രധാനമായി ഉണ്ടാവേണ്ടത് തഖ്വയാകുന്നു എന്നാണ്. ഈ പാതേയങ്ങളൊന്നും എടുക്കാതെ വരേണ്ടതില്ല. പക്ഷേ നീ കയ്യിൽ കരുതുന്ന പാതേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തഖ്വയാകുന്നു. നിന്റെ ജീവിതത്തിൽ അതുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ, അലി റളിയല്ലാഹു അൻഹുവും അനുയായികളുമുണ്ട്, ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഖബർസ്ഥാന്റെ മുമ്പിലേക്ക് വന്ന് അവിടെ തന്റെ വാഹനം നിർത്തി. എന്നിട്ട് അദ്ദേഹം കുതിരയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ആ ഖബർസ്ഥാനിലേക്ക് പതുക്കെ പതുക്കെ അദ്ദേഹം നടന്നു. എന്നിട്ട് ആ ഖബർസ്ഥാനിലുള്ള മനുഷ്യരോട് വിളിച്ചു ചോദിച്ചു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ സ്വത്തൊക്കെയും മറ്റുള്ളവരുടെ സ്വത്തായി മാറിയിരിക്കുന്നു എന്ന്. നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളുടേതെന്ന് നിങ്ങൾ വിചാരിച്ചതൊക്കെയും മറ്റുള്ളവരുടേതായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഈ ഖബറിലാണുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അലി റളിയല്ലാഹു അൻഹു ആ ഖബറുകളോട് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അനുയായികൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ലയോ അലി, അവര് ഖബറിൽ കിടക്കുകയാണല്ലോ, അവർക്ക് വല്ല മറുപടിയും പറയാൻ പറ്റുമോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശരിയാണ്, അവര് മരണപ്പെട്ടിരിക്കുന്നു, അവർക്കിനി ഒന്നും പറയാൻ കഴിയില്ല, അവർക്കിനി ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ അവർക്കെങ്ങാൻ പറയാൻ അള്ളാഹു ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ആ ഖബറുകൾ ഒന്നടങ്കം നിങ്ങളോട് വിളിച്ചു പറയുമായിരുന്നു, തസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. ഒരുങ്ങിക്കോളൂ കൂട്ടരെ, പാതേയങ്ങൾ കയ്യിൽ കരുതിക്കോളൂ. പക്ഷേ തഖ്വയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി വേണ്ടുന്ന പാതേയം. ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കണ്ട് ജീവിക്കുക എന്നതാണ് മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുക എന്നതിന്റെ പ്രത്യേകത. അള്ളാഹു എന്നെ നോക്കുന്നു, അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹു എന്നെ വിലയിരുത്തുന്നു, അള്ളാഹു എന്റെ കർമ്മങ്ങൾ അഖിലവും അള്ളാഹു പരിശോധിക്കുന്നു. ഞാൻ എൻ്റെ മൊബൈൽ ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലും അള്ളാനെ മറച്ചു വെക്കാൻ പറ്റൂല. ഞാനൊരാളും അറിയാതെ ഞാൻ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ വാതിലടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരു പെൺകുട്ടി തന്നെ വ്യഭിചരിക്കാൻ വന്ന പുരുഷനോട് പറഞ്ഞത്, ഞാൻ എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു വാതിൽ മാത്രം അടക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാ ജനലുകളും അടച്ചിട്ടുണ്ട്, ഈ പരിസരത്തൊന്നും ഒരാളുമില്ല, പക്ഷേ ഒരു വാതിൽ മാത്രം എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ഏതാണ് ആ വാതിൽ? എന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അത് അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, അള്ളാഹു നമ്മളെ രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിക്കുക, അള്ളാഹു നമ്മളെ രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കടക്കാൻ പറ്റും? ആർക്കാണ് അടക്കാൻ പറ്റുക?
അള്ളാഹുവിന്റെ നോട്ടത്തെ ഒരാൾക്കും മറച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ, ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ നടന്നു ചെല്ലുന്നതെങ്കിൽ, ആ അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാനുള്ള സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഏത് നിമിഷവും വരാനിരിക്കുന്ന മരണത്തിന് മുമ്പ് ആ പടച്ച റബ്ബിന് തൃപ്തിയുള്ളത് എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് ആലോചിക്കണ്ടേ? മനുഷ്യരോട് അള്ളാഹ് ചിന്തിക്കാൻ പറയുന്നതാണ്, നീ എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കൂട്ടി വെച്ചത്? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നാളെ അള്ളാനെ കാണണം, എല്ലാ മനുഷ്യനും കാണണം. ലിഖാ ഉല്ലാ, അള്ളാനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാൻ പറ്റി എന്താ ഉള്ളത്? ഫംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നമസ്കരിച്ചു കൊണ്ടിരിക്കുക, ഉമർ അള്ളാഹു പാരായണം ചെയ്യാം. ഫംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്നോതുന്ന സമയത്ത് മുജ്രിമീങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഒരുങ്ങി നിന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമയത്ത് ഉമർ അള്ളാഹു അതെന്നെ കുറിച്ചാണോ പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം ബോധം കെട്ട് വീണു പോകുന്ന അനുഭവം ചരിത്രത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മുജ്രിമീങ്ങളെ കുറിച്ച്, അക്രമികളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്നെ കുറിച്ചാവാൻ സാധ്യതയുണ്ടല്ലോ. കാരണം എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ? ഇന്ന് ഞാൻ നിസ്കരിച്ച ഇശാ നമസ്കാരം പടച്ച റബ്ബ് സ്വീകരിക്കാൻ മാത്രം ഒരു വാല്യൂ ഉള്ള ഒന്നായിരുന്നു. ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ അസർ, ഇന്നത്തെ ളുഹ്ർ, ഇന്നത്തെ സുബഹി, എൻ്റെ വാക്ക്, എൻ്റെ നോട്ടം, ഞാൻ ഇന്ന് കണ്ടതെന്തൊക്കെയാ, കേട്ടതെന്തൊക്കെയാ, പറഞ്ഞതെന്തൊക്കെയാ? എൻ്റെ റബ്ബിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ എൻ്റെ റബ്ബെന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആലോചിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് മരണം നമ്മെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, ആ മരണത്തിന് മുമ്പ് നീ ഒരുങ്ങണം എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ഒരു വെപ്രാളം വരാനുണ്ട്. എല്ലാ മനുഷ്യനും നമ്മൾ എത്ര വാർത്തകളാ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിസ്സാരമായി ഒരു മനുഷ്യൻ ഒരു പക്ഷേ അതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. തലേന്ന് രാത്രിയിൽ ചെക്കന്മാരിങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ഗൾഫിലാണ്, ഒരുത്തന് ഒമാനിലാണ്, ഒരുത്തൻ ഖത്തറിലാണ്, ഒരാൾ നാട്ടിലാണ്. ഇങ്ങനെ ഇവര് ചെങ്ങാതിമാരുടെ ഗ്രൂപ്പാ, കുറഞ്ഞ ആളുകളുള്ള ഗ്രൂപ്പിൽ. അവരിങ്ങനെ വോയിസ് ഇട്ട് ഏറ്റവും അവസാനം വോയിസ് ഇട്ടത് ഒരു സുഹൃത്താ, എൻ്റെ സുഹൃത്താ. അവൻ വോയിസ് ഇട്ട് എല്ലാവരും ഉറങ്ങി, തിരിച്ചാരും വോയിസ് ഇട്ടില്ല. പക്ഷെ പിറ്റേന്ന് നേരം പുലരുന്നതിന് മുമ്പ് ആ ഗ്രൂപ്പിലേക്ക് വന്ന അടുത്ത ഒരു വോയിസ് എന്ന് പറയുന്നത് മനു എന്നവന്റെ വിളിപ്പേര്, അവൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ഏറ്റവും അവസാനം വോയിസ് ഇട്ട മനുഷ്യൻ മരിച്ചു എന്ന വാർത്ത നേരം പുലരുന്നതിന് മുമ്പ് കേട്ട് ഞെട്ടിത്തെരിച്ചു പോയ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തെ നടുക്കിയത്ര സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ മാസമാണ് എൻ്റെ നാട്ടിൽ 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ കാറോടിച്ചു പോകുന്ന വഴിയിൽ വേറൊരാളെ തട്ടി. ആ മനുഷ്യൻ ഇങ്ങനെ തട്ടിയിട്ട് മുറിപറ്റി നിലത്തിങ്ങനെ വീണ് കിടക്കുന്ന കണ്ടിട്ട് ഇവൻ അറ്റാക്ക് വന്ന് ഇവൻ മരിച്ചു. കാറ് തട്ടി വീണ മനുഷ്യനല്ല മരിച്ചത്, 28 വയസ്സുള്ള മനുഷ്യൻ അറ്റാക്ക് വന്ന് മരിച്ചു. അവനെ ഖബറടക്കിയിട്ട് ആളുകളിങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. കാരണം അത്രയും ലൈവായൊരു മനുഷ്യൻ. നമ്മൾ മരിച്ചു പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ചിലപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും. നമ്മളെ നാട്ടിലൊക്കെ ഇന്നാളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയിരിക്കും, അല്ലേ? അവരൊക്കെ എത്ര കാലമാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ കണക്കിൽപ്പെടാത്ത, നമ്മുടെ ലിസ്റ്റിലേക്ക് കയറി വരാത്ത എത്രയെത്ര മനുഷ്യരാണ് അള്ളാഹുവിലേക്ക് യാത്ര പറഞ്ഞു പോകുന്നത്. ആ മരണത്തിന്റെ സന്ദർഭം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അത് വല്ലാത്ത വേദനയുടെ സന്ദർഭമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. റസൂല് മരണശയ്യയിൽ അവസാന സമയത്ത് റസൂല് കിടക്കുന്ന സമയത്ത്
അള്ളാഹുവിന്റെ റസൂല് തൊട്ടടുത്തുള്ള വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ തടവിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, ഇന്നലിൽ മൗതി സക്കറാത്ത്, അള്ളാഹു അല്ലാതെ ഒരു നാഥനുമില്ല, മരണത്തിന് വല്ലാത്തൊരു വെപ്രാളമാണ് കേട്ടോ, മരണത്തിന് വല്ലാത്തൊരു വേദനയാണ് കേട്ടോ എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടെങ്കിൽ ആ മരണത്തിന്റെ സന്ദർഭത്തെ ഞാനും നിങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ നിമിഷം ഏതാണെന്ന് അറിയാത്തതാണ്. അത് രാവിലാണോ പകലിലാണോ, ഓടിക്കൊണ്ടിരിക്കുമ്പോഴായോ ആണോ, ഏതെങ്കിലും കിടക്കയിൽ കിടക്കുന്ന സമയത്താണോ, യുവാവായിരിക്കുമ്പോഴാണോ, പ്രായം ചെന്ന അവസ്ഥയിലാണോ എന്നൊന്നും ഒരാൾക്ക് ഒരു കണക്കില്ല. നമ്മളൊക്കെ മരിച്ചു പോകുന്ന സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിനൊരു സക്കറാത്തുണ്ട്. സഹിക്കാൻ കഴിയാത്ത, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സക്കറാത്തിന്റെ സമയം മനുഷ്യനുണ്ട് എന്നാണ്. പക്ഷേ ആ വേദനയെയും വിശ്വാസികൾ സന്തോഷത്തോടുകൂടി അഭിമുഖീകരിക്കുന്ന രംഗത്തെക്കുറിച്ചുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മനുഷ്യന് ബോധ്യമാവും. എനിക്കും നിങ്ങൾക്കും നമ്മൾ മാത്രം അനുഭവിക്കുന്ന ഒരു സന്ദർഭം വരും. ഞാനിതാ മരിച്ചു പോവാണ് എന്ന് തോന്നുന്നൊരു സമയമുണ്ട്, എൻ്റെ അവസാനമായി എന്ന് തോന്നുന്ന. കുടുംബക്കാർ ചിലപ്പോൾ വിചാരിക്കൂ ഒന്നുകൂടി ഒന്ന് ഓക്സിജൻ കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ ഐസിയുൽക്കൊന്ന് കയറ്റി നോക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വെച്ചു കൊടുക്കാം, എന്തെങ്കിലും ചെയ്തു നോക്കാം. എൻ്റെ ഉമ്മ കഴിഞ്ഞ റമദാനിലാണ് മരിക്കുന്നത്, ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. എൻ്റെ ഉമ്മ മരിച്ചു പോണ സമയത്ത്, ആ അവസാന സമയത്ത് എൻ്റെ ജ്യേഷ്ഠന്റെ ഉമ്മാനെ കാണുമ്പോൾ നെഞ്ഞത്തൊക്കെ ഇങ്ങനെ അമർത്തി അവര് ജീവൻ വീണ്ടും കിട്ടുമോ എന്ന് അവർ നോക്കുന്നുണ്ടെന്നാണ് നേഴ്സുമാര്. ഉമ്മാന്റെ നെഞ്ഞത്ത് കയറി നിന്നിട്ട് അവർ നെക്കി നോക്കുന്നുണ്ട്, അവസാനം തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. പല പണിയും മനുഷ്യരെടുത്തു നോക്കും, ഹോസ്പിറ്റലുകാരെടുത്തു നോക്കും, കുടുംബക്കാരെടുത്തു നോക്കും, പലയിടത്തൊക്കെ ഓടി നോക്കും. പക്ഷെ ആ മനുഷ്യന് മാത്രം തിരിയും ഇതെന്റെ അവസാനമാണ് എന്ന്, ഇനി ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന്. ആ രംഗത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, 2 തരത്തിൽ മനുഷ്യന്മാര് മരിക്കും. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് വിശ്വാസിയുടെ മരണം. വിശ്വാസികൾ എങ്ങനെയാ മരിക്കുക? ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫീ ഖബാലിൻ മിനൽ ആഖിറതി വൻഖിതാഇ മിനദ് ദുനിയ, ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന, ആഖിറത്തിനെ സ്വീകരിക്കുന്ന, ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുന്ന വിശ്വാസിയുടെ മരണം എങ്ങനെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നസ്സലത് ഇലൈഹിൽ മലായിക കഅന്ന അലാ വുജൂഹിഹിമുശ് ശംസ്, അവരിലേക്ക് അള്ളാഹുവിന്റെ മലായികത്ത് ഇറങ്ങി വരികയാണ്. പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന മുഖത്തോടു കൂടിയുള്ള അള്ളാഹുവിന്റെ മലായികത്താണ് ഇറങ്ങി വരുന്നത്. ആ മനുഷ്യൻ ആ മരണത്തിന്റെ അവസാന സമയത്ത് ആ മലക്കുകളെ മുഴുവൻ കാണുകയാണ്. അവരുടെ കൂടെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഉടയാടകളോട് കൂടിയിട്ടാണ്, സ്വർഗീയമായ സുഗന്ധത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ മലായികത്ത് ഇറങ്ങി വരുന്നത്. ആ കട്ടിലിൽ കിടന്ന് അവസാന നിമിഷത്തിൽ, ആ സന്ദർഭത്തിൽ മറ്റാരും അറിയാതെ ഈ നല്ല സ്വാലിഹായ മനുഷ്യൻ അതൊക്കെ അനുഭവിക്കുകയാണ്. ആ സുഗന്ധവും ആ പരിമളവും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മലായികത്തുകൾ വരുന്നതൊക്കെയും ആ മനുഷ്യൻ അനുഭവിക്കുകയാണ്. അവര് ആ മനുഷ്യൻ എത്ര അളവിലാണോ കാണാൻ പറ്റുന്നത് അത്രയും വിശാലതയിൽ ഈ മലക്കുകൾ മുഴുവൻ ഇരിക്കും. പിന്നീട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മനുഷ്യന്റെ തലയുടെ മുകളിൽ വന്നിട്ടിരിക്കും. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിങ്ങൾ നോക്കേണ്ടത്, മരിക്കണ ആ സമയത്ത് അപ്പൊ തന്നെ അള്ളാഹു സന്തോഷ വാർത്ത കൊടുത്തിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അല്ലയോ ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവനെ, അള്ള പറഞ്ഞ സുഖം മതി, അള്ള ഹലാലാക്കിയത് മതി, ഹറാമാക്കിയത് തൽക്കാലം വേണ്ട,
എന്നതിൽ മനസ്സിൽ സുഖം കണ്ടെത്തിയവനെ, അതിൽ തന്റെ കാഴ്ചക്ക് പരിമിതി ഏർപ്പെടുത്തിയവനെ, അതിൽ മനസ്സമാധാനം കണ്ടെത്തിയവനെ, നീ അള്ളാഹുവിലേക്ക് തിരിച്ചു പോര്. പടച്ച റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ച റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിലേക്ക്, അവന്റെ അടിയാറുകളിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സ്വീകരിച്ച്, ആ റൂഹിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു കുപ്പിയിൽ നിന്ന് നിങ്ങൾ വെള്ളം ഒരൽപ്പം ചിരിച്ചാൽ എത്ര അളവിലാണോ ആ വെള്ളം ഇറങ്ങി വരിക, അതുപോലെ റൂഹങ്ങ് ഇറങ്ങി വരുന്ന, അത് ഇറങ്ങി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. കാരണം അത് ഇത്രയും കാലം എന്തിനാണോ ജീവിച്ചത്, അതിലേക്കാണ് അത് പ്രവേശിക്കാൻ പോകുന്നത്. ആ ആത്മാവിനെ കൊണ്ടുപോകുന്നത് മലക്കുകളാണ്. മലക്കുകളുടെ, അള്ളാഹു ഈ ആകാശലോകവും പ്രപഞ്ചവും സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന മലക്കുകളൊക്കെയും ആ ആത്മാവിനെ ഞങ്ങളുടെ അടുക്കലൂടെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് എൻ്റെ ആത്മാവിനെ കുറിച്ചോ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചോ അവര് പറയുമെങ്കിൽ, എന്നിട്ട് അവര് ചോദിക്കുമെന്നാണ്, ഇതേതാണ് ഇത്രയും നല്ലൊരു ആത്മാവാരാണ്? ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മളെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് അവർ വിശേഷിപ്പിക്കും. അവർക്ക് വേണ്ടി ഒന്നാനാകാശം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും, തുറക്കപ്പെടും. അവരെ രണ്ടാനാകാശത്തേക്കും മൂന്നാനാകാശത്തേക്കും ഏഴാനാകാശത്തേക്കും എത്തിക്കും. റബ്ബ് അവരോട് പറയും, എൻ്റെ അടിമയുടെ കർമ്മങ്ങൾ ഇല്ലീയിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. സത്യസന്ധന്മാരായ സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾ അഖിലവും അള്ള രേഖപ്പെടുത്തുന്ന ഇല്ലീയിനിൽ അവന്റെ കർമ്മങ്ങൾ അഖിലവും അള്ള രേഖപ്പെടുത്തിയിട്ട് ഈ ദുനിയാവിലേക്ക് ആ റൂഹിനെ തിരിച്ചു പറഞ്ഞേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുക്കുന്ന പരിഗണനയെ കുറിച്ച്, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മലായിക്കത്ത് കൊടുക്കുന്ന പരിഗണനയെ കുറിച്ച് ആലോചിക്കുക. മനുഷ്യനൊരു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ആവൂല, നമ്മളൊരു പക്ഷെ വലിയ വലിയ ആളൊന്നും ഒരു പക്ഷേ ജീവിതത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രിക്കോ ഒരു വലിയ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 വ്യക്തിക്ക് കിട്ടാവുന്നതിനേക്കാൾ മികച്ചൊരു സ്വീകരണം കിട്ടാവുന്ന ഒരു ദിനമാണ് എൻ്റെ മരണത്തിന്റെ ദിനമെന്ന് വന്നാൽ, ആ ദിവസത്തെ മനോഹരമായി കാത്തിരിക്കുന്നവരായിരിക്കും ഓരോ വിശ്വാസി എന്ന് പറയുന്നത്. എനിക്ക് വരാനുള്ളൊരു ദിവസമുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന, എൻ്റെ റബ്ബിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന, എനിക്ക് ആശീർവാദങ്ങൾ കിട്ടുന്ന, എന്നെ സുഗന്ധം പുതപ്പിക്കുന്ന, എന്നെ ഓരോ ആകാശവാതിലുകളിലെ മലായിക്കത്ത് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവർ ധീരന്മാരാണ് എന്ന്. അവർ ധീരന്മാരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവരെ കുറിച്ച്. രണ്ടാമത്തെ കൂട്ടം മനുഷ്യരെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ അള്ളാഹുവിനെ ധിക്കരിച്ചു, അള്ളാഹു പറഞ്ഞതൊക്കെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, ഇന്നൽ അബ്ദൽ കാഫിരി ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ വ ഇഖ്ബാലി മിനൽ ആഖിറ. ജീവിതത്തിൽ അള്ളാഹ് കുടിക്കരുതെന്ന് പറഞ്ഞു, ഓൻ കുടിച്ചു. അള്ളാഹ് കാണരുതെന്ന് പറഞ്ഞു, അവൻ കണ്ടു. അള്ളാഹ് നോക്കരുതെന്ന് പറഞ്ഞു, അവൻ നോക്കി. അവൻ സംസാരിക്കരുതെന്ന് റബ്ബ് പറഞ്ഞു, അവൻ സംസാരിച്ചു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹനെ ധിക്കരിച്ച് നടന്ന് അള്ളാഹുവിനെ നിഷേധിച്ച ഒരു അബ്ദില്ലേ, ഒരു അടിമ, കാഫിറായ അടിമ, ധിക്കാരിയായ അടിമ, നിഷേധിയായ അടിമ, ആ അടിമയുടെ അടുത്തേക്ക് അള്ളാഹുവിന്റെ മലായിക്കത്ത് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, നസല ഇലൈഹി മിനസ് സമാഇൽ മലായിക, അവരിലേക്കും അള്ളാഹുവിന്റെ മലായിക്കത്ത് ഇറങ്ങി വരും. പക്ഷേ സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖങ്ങളോട് കൂടിയിട്ടായിരിക്കും മലക്കുകൾ കടന്നു വരിക. മലക്കുകളൊക്കെ സുന്ദരന്മാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും വികൃതമായ ഒരു രൂപത്തിൽ മലക്കുകളെ കാണേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, അത്രയും ദേഷ്യത്തോടു കൂടിയാണ് മലക്കുകൾ അവന്റെ റൂഹ് പിടിക്കാൻ വരുന്നത്. എത്ര സമയാ പടച്ചോ നിനക്ക് തന്നത്? റബ്ബിന്റെ മണ്ണിൽ റബ്ബ് ജനിപ്പിച്ചത് തന്നെ. റബ്ബാണ് നിനക്ക് എല്ല് തന്നത്, റബ്ബാണ് നിനക്ക് മാംസം തന്നത്, റബ്ബാണ് നിനക്ക് റൂഹ് തന്നത്, റബ്ബാണ് നിനക്ക് കാഴ്ച തന്നത്, റബ്ബാണ് നിനക്ക് കാത് തന്നത്, റബ്ബാണ് സകലതും നിനക്ക് തന്നത്.
നീ ആസ്വദിക്കുന്നതും നീ ചെയ്യുന്നതും നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണും നിന്റെ കയ്യിലുള്ള വാച്ചും നിന്റെ കയ്യിലുള്ള കാറും നിന്റെ കയ്യിലുള്ള ബൈക്കും നിനക്കുണ്ടെന്ന് നീ പറയുന്നതൊക്കെയും റബ്ബ് നിനക്ക് തന്നതാണെങ്കിൽ, എല്ലാ റബ്ബ് തന്നതാണെങ്കിൽ, ശ്വസിക്കുന്ന വായു പോലും റബ്ബ് തന്നതാണെങ്കിൽ, റബ്ബിന്റെ വായു ശ്വസിച്ചിട്ട് റബ്ബിനെതിരെ പ്രവർത്തിക്കുന്ന ധിക്കാരിയെ നോക്കിയിട്ട് മലക്കുകൾക്ക് എങ്ങനെയാ പുഞ്ചിരിക്കാൻ പറ്റുക? എത്ര സമയാ റബ്ബ് തന്നത്? എത്ര ഉപദേശങ്ങൾക്ക് അവസരങ്ങളാണ് റബ്ബ് തന്നത്? മാറി ചിന്തിക്കാവുന്ന എത്രയെത്ര സന്ദർഭങ്ങളാ റബ്ബ് തന്നത്? നിന്റെ മനസ്സിനകത്തേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന എത്രയെത്ര അവസരങ്ങളാ റബ്ബ് തന്നത്? എന്നിട്ട് നീ റബ്ബിനെ ധിക്കരിച്ചു നടന്നു. ആ മനുഷ്യനെ ഏറ്റവും മോശമായ പര്യവസാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആ മുഖങ്ങളോടുകൂടി മലക്കുകൾ വരും. ഏറ്റവും നരകത്തിൽ നിന്ന് പരുപരുത്ത പുതപ്പുമായിട്ടാണ് വരുന്നത്. അതിന്റെ ദുർഗന്ധം എന്ന് പറഞ്ഞിട്ട് റസൂല് ഹദീസ് കാണാൻ പറ്റും. അതിന്റെ ദുർഗന്ധം, ആ ആത്മാവിന്റെ ദുർഗന്ധം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂക്ക് പൊത്തുന്നുണ്ട്. റസൂലിന് അപ്പം മണത്തതുകൊണ്ടല്ല, അത്രയും ദുർഗന്ധം എന്ന് തോന്നിപ്പിക്കാൻ, മനസ്സിലാക്കി തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എൻ്റെ ആത്മാവിനെ കുറിച്ചോ നിങ്ങൾ ആരെങ്കിലും ആത്മാവിനെ കുറിച്ചോ റസൂല് പറഞ്ഞത് ഹബീസായ മ്ലേച്ഛമായ ദുർഗന്ധം വമിക്കുന്ന ഈ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ പരിപാലനത്തിനേൽപ്പിച്ച ഒരു മലക്ക് പോലും, അവരൊക്കെ പ്രാർത്ഥിക്കുന്ന പടച്ചോനെ, ആ ആത്മാവിനെ എൻ്റെ അടുക്കലൂടെ കൊണ്ടുപോകല്ലേ പടച്ചോനെ. ഒരാളും സ്വീകരിക്കാത്ത, ഒന്നാനാകാശത്തേക്ക് എത്തിയിട്ട് ആ മനുഷ്യന് വേണ്ടി ഈ വാതിലൊന്ന് തുറക്കുമോ, ആകാശം ഒന്ന് തുറന്നു തരുമോ, ഞങ്ങൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ ഒരു അനുവാദം തരുമോ എന്ന് ചോദിക്കുമ്പോ ഒന്നാനാകാശം പോലും അവന് വേണ്ടി തുറക്കപ്പെടുന്നില്ല എന്നാണ്. ലോകത്ത് അവന് വേണ്ടി കരയാൻ ഒരാളുമില്ല, അവന് വേണ്ടി ദുആയിരക്കാൻ ഒരാളുമില്ല, ഒരാളുടെ ശുപാർശയും സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല. ഈ ദുനിയാവിൽ അത്രയും കാപട്യമായിരുന്നു, അത്രയും ധിക്കാരമായിരുന്നു. തന്നതൊക്കെയും നശിപ്പിച്ച്, തന്ന എല്ലാ അനുഗ്രഹങ്ങളോടും ധിക്കാരം കാണിച്ച്, കാഴ്ച അള്ള തന്ന അനുഗ്രഹമായിരുന്നു, അത് നശിപ്പിച്ച്, കേൾവി അള്ള തന്ന അനുഗ്രഹമായിരുന്നു, അതും നശിപ്പിച്ച്, ആരോഗ്യം അള്ള തന്നായിരുന്നു, അതും നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അള്ള കൊടുത്തതൊക്കെയും മലിനമാക്കിയ മനുഷ്യൻ, ആ മനുഷ്യൻ എവിടേക്ക് സ്വീകരിക്കപ്പെടാനാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ഒരു ഖുർആനായത്ത് ഓതുകയാണ്. ആ മനുഷ്യന് വേണ്ടിയിട്ട് ഒരു വാതിലും തുറക്കപ്പെടാൻ പോകുന്നില്ല, ഒരാളും സംസാരിക്കാൻ പോകുന്നില്ല, ഒരു ശുപാർശയും അവന് വേണ്ടിയിട്ട് പറയാൻ ആളില്ല. ആ നിമിഷത്തിന് മുമ്പ് ഇപ്പോഴും നമുക്ക് ജീവൻ ബാക്കിയുണ്ട്. ഈ സമയവും ഈ രാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ചിന്തിക്കുന്നവർക്ക് പ്രധാനമാണ്, ചിന്തിക്കാൻ പറ്റുന്നവർക്ക് പ്രധാനമാണ്. അള്ളാഹുവെ, വരാനിരിക്കുന്ന മണിക്കൂറുകൾ എൻ്റെ മുമ്പിൽ ബാക്കിയുണ്ടല്ലോ, നിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ളൊരു ഉദവി, സഹായം എനിക്ക് നീ ചെയ്തു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് പറ്റുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുക നമ്മൾ എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയും പവറൊക്കെ ആണല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തനിക്ക് താൻ മതി എന്ന് മനുഷ്യൻ വിചാരിച്ചു. നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നു അല്ലെ, പിന്നെ ഇങ്ങനെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങി. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമുക്കറിയാം എത്ര നിസാരന്മാരാണ് അവരെന്ന്. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മസിലൊക്കെ വന്ന്, തൻ്റെടൊക്കെ വന്ന്, നമുക്കൊരാപതൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിക്കുക എനിക്ക് ഞാൻ മതി എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തി. പണ്ഡിതന്മാര് പറയുന്നു, നീ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മിനിറ്റുകളും മണിക്കൂറുകളും മാത്രമാണ്. ഒരു മണിക്കൂർ പിന്നിട്ടാൽ നിന്റെ ഒരു ഭാഗം കഴിഞ്ഞു, ഒരു ദിവസം പിന്നിട്ടാൽ നിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പൊ നീ തീർന്നുകൊണ്ടിരിക്കുന്നു. തീരുന്നതിന് മുമ്പ് പരലോകത്തിന് വേണ്ടി എന്താണ് എനിക്ക് ഒരു കൂട്ടി വെക്കാനുള്ളത് എന്ന് ആലോചിക്കാൻ ഈ മിനിറ്റുകളും സന്ദർഭങ്ങളും നമുക്ക് ഉപകാരപ്പെടണം. റബ്ബ് സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മുടെ ഇഹലോകത്തും നാളെ പരലോകത്തും അള്ളാഹു ഉപകാരപ്പെടുന്ന കാര്യങ്ങളാക്കി അള്ളാഹു തീർക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, ജീവിതത്തിൽ ഞങ്ങൾ വല്ല പാപങ്ങളും ഞങ്ങൾ ഇന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്,
അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട് റഹ്മാനെ, ഹറാമുകൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവെ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളിൽ നിന്ന് അതൊക്കെയും നീ മായ്ച്ചു കളയണ റഹ്മാനെ. അള്ളാഹുവെ, നാളെ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. പടച്ചറബേ, സൂആയ മോശപ്പെട്ട പര്യവസാനത്തിൽ നിന്ന്, അവസാനത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണ റഹ്മാനെ. ഞങ്ങൾ മരിക്കണ സമയത്ത് പടച്ചറബേ, ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ ഉദവി നൽകണ റഹ്മാനെ. ഞങ്ങളെ നീ സഹായിക്കണ റഹ്മാനെ. ഞങ്ങളെ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണ റഹ്മാനെ. തിന്മകളെ തൊട്ട് അകന്നു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണ റഹ്മാനെ. വ്യഭിചാരത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണ റഹ്മാനെ. ഹറാമുകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണ റഹ്മാനെ. പടച്ച റബ്ബേ, നീ തൃപ്തിപ്പെടാത്ത ഒരു അമലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കല്ല റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം.